ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ വൈകിട്ട് എന്തുണ്ടാക്കണമെന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഇപ്പം ഞാൻ നിൽക്കണത്. എന്തുണ്ടാക്കാം, ഒരു പഴംപൊരി കഴിക്കാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പഴം എന്തായാലും വാങ്ങിയിട്ട് ഇരിക്കണ്ടായിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചു ഒന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് അധികം പഴുത്ത പഴം ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഇങ്ങനെ പഴുത്ത് ഇരിക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ ഉറച്ചിരിക്കണ പഴമാണ് ഇഷ്ടം. അപ്പോൾ അധികം പഴുക്കാത്ത പഴമാണ് ഞാൻ വാങ്ങുള്ളൂ പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ കടയിൽ നിന്ന് വാങ്ങണ പഴംപൊരി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ നല്ല പഴുത്ത പഴം കൊണ്ടായിരിക്കും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പഴം നമ്മൾ നുറുക്കി വെച്ചേക്കണ പഴമൊക്കെ അതിലേക്ക് ഇടാം. ഇനിയിപ്പോൾ ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം തന്നെ ഓരോരുത്തർ ക്യൂ ആണെന്ന് പറയാം കേട്ടോ. ഓരോരുത്തർ വന്ന് നോക്കിക്കഴിഞ്ഞ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇത് ഉണ്ടാക്കി വയ്ക്കണ അനുസരിച്ചിട്ട് ഇവർ എടുത്തെടുത്ത് കൊണ്ടുപോകും കേട്ടോ. അവസാനം എനിക്കുണ്ടാവുമോ എന്നുള്ള കാര്യം തന്നെ ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതേ ഫ്രൈ പാനിലേക്ക് ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ഇടുമ്പോൾ തന്നെ നമ്മൾ ആ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ അതിങ്ങനെ വെടിച്ച് ഇങ്ങനെ കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയില്ല എല്ലാവരും കൂടി ഒന്നിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് വിടിയിക്കാനും പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ വിടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് റെഡിയായി കഴിയുമ്പോൾ നല്ല ഭംഗിയിലായി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ കണ്ട ഇത് ബോണം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പഴം പൊരിക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സൈഡിൽ ചായയും കൂടി വയ്ക്കേണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ ചായ വയ്ക്കാനായിട്ട് വഴുകും. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ആകതായി പോകുമല്ലോ. അതുകൊണ്ട് ചായയും അതിൻ്റെ ഒപ്പം തന്നെ വയ്ക്കേണ്ടത്. അപ്പോൾ പഴംപൊരി ഞാൻ ഇടണതിൻ്റെ അനുസരിച്ചിട്ട് പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ. അത് നിങ്ങൾ കാണുന്നില്ല, പക്ഷേ ഞാനത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇത് പോകണം ഇങ്ങനെ അകത്തി അതിനെ കൊടുത്തില്ലെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരൊറ്റ ഇതായിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് വിടിയിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പഴത്തുമേന്നൊക്കെ അതിങ്ങനെ നമ്മൾ ആ മൈദപ്പൊടിയൊക്കെ പിടിച്ചിരിക്കണത് അതുമേന്ന് ഇങ്ങനെ വിട്ട് ഇങ്ങനെ ചിലപ്പോൾ പോകും. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ തന്നെ അത് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഇട്ടത് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതിട്ടതും കൊണ്ടുപോയി, ഇത് മൂന്നാമത്തെയാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ചായയും പഴംപൊരിയൊക്കെ ആയിട്ട് ഊഞ്ഞാലുമ്പോൾ കുറച്ചേരി ഇരിക്കാമെന്ന് ഓർത്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ ഉമ്മച്ചി ഇരിക്കേണ്ടായിരുന്നിട്ട് അന്ന് ഉമ്മച്ചിക്കും പഴംപൊരി കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചധികമാണ് ഞാൻ എടുത്തേർന്നത്. അങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരുന്ന് പഴംപൊരി തിന്നാണ് ഗൈസ്. ഇതിപ്പോൾ പഴംപൊരിയാണ് ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണം. ഇതെനിക്കിപ്പോൾ ഊഞ്ഞാലും ഇരിക്കുമ്പോൾ വൈകിട്ട് ഇത് പോകണം. ഊഞ്ഞാലും ഇരുന്ന് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ വെയിലും ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും, ഊഞ്ഞാലുമേ ഒന്നും ഇരിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വെയിലൊക്കെ ആറി ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല സമയം പോകണത് തന്നെ അറിയില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് കുറിക്കാനും കൂടി കിട്ടുകയാണെങ്കിൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. എന്തായാലും ഇന്നത്തെ ഈവനിങ് അടിപൊളിയാണ്.